ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ജഗദംബികായേ നമോ നമ. രണ്ടാമത്തെ അധ്യായത്തിലെ 9-ാം സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ പഞ്ചപ്രകൃതികളുടെ ഉത്ഭവമാണ് വർണ്ണിക്കുന്നത്. നാരായണ ഋഷിയോട് ശ്രീനാരദ മഹർഷി ചോദിക്കുകയാണ്, മഹർഷിയെ, അങ്ങ് ദേവീചരിതം വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തൃപ്തി വരൂല കേട്ടോ. വിസ്തരിച്ച് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജ്ഞാനത്തെ ഉണ്ടാക്കുവാനായി ഇവിടുത്തെ ദേവീ മഹാത്മ്യം പറഞ്ഞു തന്നാലും എന്ന് പറയണം. സൃഷ്ടിക്ക് മുമ്പായി തന്നെ ആ പരാശക്തി ഉണ്ടായിരുന്നുവെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ശക്തിയുടെ ഉത്ഭവം എങ്ങനെയാണ് ഉണ്ടായത്? ത്രിഗുണാത്മികയായ ദേവിയുടെ കലാംശങ്ങളായി പിറന്നവരുടെ ചരിത്രവും കേൾക്കാൻ ആഗ്രഹമുണ്ട്. അവരുടെ ജന്മവും പൂജാവിധിയും ധ്യാനക്രമങ്ങളും അതുപോലെ തന്നെ കവചവും, ദേവി കവചവും സ്തോത്രവും ഐശ്വര്യത്തിനെ പറ്റി ഒക്കെ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയണം. ആര്? ശ്രീനാരദ മഹർഷി. അപ്പൊ ആത്മാവും കാലവും ദിക്കും നഭസ്സും ഈ ഗോലോകവും വിശ്വവും നിത്യമാണ്. ഗോലോകത്തിന് താഴെയാണ് വൈകുണ്ഠം. ആ പ്രകൃതി ദേവി നിത്യയാണ്. തീയിൽ ദഹിപ്പിക്കുന്നവളായും ചന്ദ്രൻ, സൂര്യൻ, പത്മം എന്നിവകളിൽ പ്രഭയായും നിൽക്കുന്നത് പോലെയാണ് ആത്മാവിൽ പ്രകൃതി നിൽക്കുന്നത്. സ്വർണമില്ലാതെ സ്വർണ്ണപ്പണിക്കാരൻ ആഭരണം ഉണ്ടാക്കാൻ സാധ്യമാണല്ലോ, ആണോ? അല്ലല്ലോ. അതുപോലെ തന്നെ മണ്ണില്ലാതെ കുശവൻ എങ്ങനെ ഘടം പണിയും? അതും സാധ്യമല്ല. അതുപോലെയാണ് സൃഷ്ടിക്ക് വേണ്ടി ആത്മാവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ശ്രീനാരായണ മഹർഷി എന്ന് ആര് പറഞ്ഞു? നാരായണ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. ഷ എന്ന ശബ്ദം ഐശ്വര്യത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു. കൃതി ശൗര്യ വാചകയാണ്. ശൗര്യവാചകയുമാകുന്നു ശക്തി. അങ്ങനെ രണ്ടും കൂടി ഐശ്വര്യവും ശൗര്യവും ചേരുമ്പോൾ ശക്തിയാകുന്നു. ഭഗങ്ങളിലുള്ളവളെയാണ് ഭഗവതി എന്ന് പറയുന്നത്. 6 ഗുണങ്ങൾ ചേരുന്നതിനെയാണ് ഭഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയല്ലേ ഭഗവാനെ പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് 6 ഭഗങ്ങൾ കൂടിച്ചേരുന്നത്, 6 ഗുണങ്ങൾ ചേരുന്നതിനെയല്ലേ ഭഗം എന്ന് പറയുന്നത്. അപ്പൊ 6 ഗുണങ്ങളും ചേർന്നയാളാണ് ഭഗവാനും ഭഗവതിയും എന്ന് പറയുന്നത്. ആത്മാവും ഭഗവതിയും കൂടി ചേരുമ്പോഴാണ് ഭഗവാനാകുന്നത്. ആ ഭഗവാൻ സകലനും നിഷ്കളനുമാണ്. എല്ലാവരുടെയും അന്തരാത്മാവിൽ കുടികൊള്ളുന്നത് ഭഗവാൻ തന്നെയാണ് കേട്ടോ. അവൻ സ്വേച്ഛാമയനാണ്. കിശോര രൂപം കൊണ്ട് സുന്ദരനും കാർകൊണ്ടലിന്റെ വർണ്ണത്തോടു കൂടിയവനും തിരുമുടിയിൽ പീലി ചാർത്തിയവനും മഞ്ഞപ്പൊട്ട് ചാർത്തിയവനുമായ ഭഗവാന്റെ രൂപം മനോരഞ്ജകമാണ്. ഓടക്കുഴൽ ചുണ്ടോടടുപ്പിച്ച് മുരളീരവം മുതിർക്കുന്ന ആ കാർമേഘവർണ്ണൻ പരിപൂർണതവനും ജരാമരണ ഭീതി ഇല്ലാതാക്കുന്നവനുമാണ്. ഈ സുമനോഹരമായ രൂപത്തെയാണ് വൈഷ്ണവർ ധ്യാനിക്കുന്നത്. ആത്മാവിന്റെ ആയുസ് കൃഷ്ണന്റെ ആയുസിന്റെ ഒരു നിമിഷമേ ആകുന്നുള്ളൂ. ആ ഭഗവാനെയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ് എന്ന ധാതുവിന്റെ അർത്ഥം ഭക്തി എന്നാണ്. ന എന്നാൽ ദാസ്യവും, ഭക്തിയും ദാസ്യവും കൊടുക്കുന്നവൻ എന്ന താല്പര്യം. എന്ത്? ഭക്തിയും ദാസ്യവും കൊടുക്കുന്നവനാണ് ഏത് അക്ഷരം? നക്കലില്ലാത്തത്. ന എന്ന് മാത്രം പറഞ്ഞാല് അതാണ്. അതുകൊണ്ട് കൃഷ്ണൻ എന്ന പേര് അന്വർത്ഥമാണ്. സർവസൃഷ്ടാവായ ആ ദേവൻ ഒറ്റക്ക് സൃഷ്ടി നടത്തുന്നു. അവൻ തന്റെ തന്നെ അംശമായ പ്രകൃതിയോടുകൂടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് രണ്ടായി തീർന്നത് കേട്ടോ. വാമഭാഗം സ്ത്രീയായും, അതായത് ഇടഭാഗം സ്ത്രീയായി, വലതുഭാഗം പുരുഷനുമായി സുന്ദരിയായ ആ സ്ത്രീയെ പരമ്പുമാൻ നോക്കി നിന്നു. ആ മനോഹരിയുമായി ഭഗവാൻ രാസലീലകളാടി. അങ്ങനെ കാലം കുറേ കടന്നുപോയി നോക്കാം. ആ സമയം നോക്കി ഭഗവാൻ അവളിൽ വീര്യാധാനം നടത്തിയെന്ന് പറയണു. അവരുടെ സ്നേഹപ്രകടനത്തിൽ വീർപ്പുമുട്ടിയ ദേവിയുടെ നിശ്വാസം ജഗത്ത് മുഴുവനും നിറഞ്ഞു നിന്നു. ആ കാറ്റിന്റെ വാമഭാഗത്തിൽ നിന്ന് പത്നി ഉണ്ടായി. അവരുടെ പുത്രരാണ് പഞ്ചപ്രാണന്മാർ. അത് മനസ്സിലാക്കുക. ഏത് പഞ്ചപ്രാണന്മാർ എങ്ങനെ ഉണ്ടായിന്ന് ഇതുവരെ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. ചിലവർക്കൊക്കെ അറിയാം, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. അതാണ് പഞ്ചപ്രാണൻ. പാനൻ, പ്രാണാപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. അങ്ങനെയാണ്. വിയർപ്പിൽ നിന്ന് നദികളുടെ ഈശ്വരനായ വരുണനും വരുണാനിയും വാമാങ്കത്തിൽ നിന്ന് ഉണ്ടായെന്ന് പറയണം. പിന്നീട് കൃഷ്ണന്റെ ചിച്ഛക്തി 6 മന്വന്തരം വരെ കൃഷ്ണന്റെ ഗർഭത്തെ വഹിച്ചും കൊണ്ട് ബ്രഹ്മ തേജസ്സോടുകൂടി വാണു. ചിച്ഛക്തി ചേതനാരൂപ എന്ന് പറയുന്നില്ല ദേവിനെ സ്തുതിക്കുമ്പോ. ജഡശക്തിർ ജഡാത്മിക അങ്ങനെ പറയുന്നില്ലേ.
അതാണ് ചിച്ഛക്തി എന്ന് പറയുന്നത്. 6 മന്വന്തരം വരെ കൃഷ്ണന്റെ ഗർഭത്തെ വഹിച്ചും കൊണ്ട് ബ്രഹ്മ തേജസ്സോടുകൂടി വാണു ആര് ഈ ചിച്ഛക്തി. 100 മന്വന്തരം കഴിഞ്ഞപ്പോൾ ആ ദേവി സ്വർണപ്രഭയുള്ളൊരു ഡിംഭത്തിനെ പ്രസവിച്ചു. ആ ഡിംഭത്തെ കണ്ട് ദേവി വിഷാദത്തോടുകൂടി ബ്രഹ്മാണ്ടഗോളമാകുന്ന സമുദ്രത്തിലേക്ക് എറിഞ്ഞു. എന്തോ ഒരു കാണുമ്പോ ഒരു സുഖം തോന്നൂലല്ലോ. ഇത് കണ്ട് ഭഗവാൻ കൃഷ്ണൻ കഷ്ടം എന്ന് പറഞ്ഞ് ദേവിയെ ശപിച്ചു. കോപിഷ്ഠേ, നീ കുഞ്ഞിനെ ഒരു ദയയും ഇല്ലാതെ ഉപേക്ഷിച്ചിരുന്നാൽ ഇന്ന് തൊട്ട് നിനക്ക് മക്കളില്ലാതായി പോകട്ടെ. എന്തോ ഒരു പ്രത്യേക സാധനമായതുകൊണ്ടാണ് ദേവി എറിഞ്ഞത്. നിന്റെ അംശകളായി വരുന്ന ദേവസ്ത്രീകൾക്കും അനവത്യ ദുഃഖം അനുഭവിക്കാൻ ഇടയാകും എന്ന് ഭഗവാൻ ദേവിയെ ശപിച്ചു എന്ന് പറയണം. ഈ സമയത്ത് ദേവിയുടെ നാവിന്റെ തലപ്പത്ത് നിന്ന് ശുഭ്രവസ്ത്രധാരിയായ സുന്ദരിയായ ഒരു കന്യക ആവിർഭവിച്ചു. ആ കന്യക ആരാണ്? വീണാപുസ്തകധാരിയായ സരസ്വതി ദേവിയാണ്. കാലാന്തരത്തിൽ ആ ദേവിയും രണ്ടായി, ഇടതുഭാഗം കമലാദേവിയും വലതുഭാഗം രാധാദേവിയുമായി എന്ന് പറയണം. ഈ സമയത്ത് തന്നെ കൃഷ്ണനിൽ നിന്നും 2 രൂപമുണ്ടായി. വലതുഭാഗം ദ്വിഭുജനും ഇടതുഭാഗം ചതുർഭുജനും. പരമ്പുമാൻ വാണിയോട് പറഞ്ഞു, നീ ചതുർഭുജന്റെ പത്നിയായി തീർന്നാലും രാധ ഇവിടെ തന്നെ നിൽക്കട്ടെ കേട്ടോ, എല്ലാം മംഗളമായി കലാശിക്കും. കമലാദേവിയെയും രാധയെയും കൂട്ടി ജഗത്പതി വൈകുണ്ഠത്തിലേക്ക് പോയി. രാധാംശമായതുകൊണ്ട് അവർക്ക് രണ്ടാൾക്കും പുത്രഭാഗ്യം ഉണ്ടായതുമില്ല. പിന്നീട് വിഷ്ണുവംശമായി ചതുർഭുജരായ പാർഷദന്മാരുണ്ടായി. അവരെല്ലാം ഹരിക്ക് സമമായ തേജോ ഗുണങ്ങളുള്ളവരായിരുന്നു. അപ്പോൾ തന്നെ ലക്ഷ്മിയിൽ നിന്ന് കോടിക്കണക്കിന് ദാസികൾ ഉണ്ടായിത്രേ. ഗോലോകനാഥനായ കൃഷ്ണന്റെ രോമകൂപത്തിൽ നിന്ന് എണ്ണമറ്റുള്ള ഗോപന്മാരുമുണ്ടായി. മഹാശ്ചര്യം! അവരെല്ലാം വിഭുവിന് പ്രിയങ്കരരായ പാർഷദന്മാരുമായി. രാധയുടെ രോമകൂപത്തിൽ നിന്ന് രാധക്ക് തുല്യരായ ഗോപകന്യകമാരുണ്ടായി. യൗവനയുക്തരായ ആ സുന്ദരിമാർക്കും ഭഗവാന്റെ ശാപം കൊണ്ട് കുട്ടികളുണ്ടായില്ല എന്ന് പറയണം. സാക്ഷാൽ മൂലപ്രകൃതിയിൽ നിന്ന് ശ്രീകൃഷ്ണ ദേവതയുണ്ടായി. ശ്രീ ദുർഗയായ ആ ദേവി ദേവദേവിയും അധിഷ്ഠാന ദേവതയുമാണ്. അത് മനസ്സിലാക്കുക. ഓടി സൂര്യപ്രകാശമുള്ളവളും താനി തങ്കത്തിന്റെ ശോഭയുള്ളവളുമാണ് ആ ദേവി. ഈ സ്ത്രീകളെല്ലാം അവളുടെ അംശകലകളാണ്. അഗ്നി പോലെ പരിശുദ്ധമായ ആ ദേവിക്ക് 3 കണ്ണുകളുണ്ടത്രേ. അവൾ ഗൃഹസ്ഥരായ കാമികൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു. വൈഷ്ണവന്മാർക്ക് ആ ദേവി വൈഷ്ണവിയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സർവശക്തി സ്വരൂപവുമാണ്. സുഖം ഇച്ഛിക്കുന്നവർക്ക് സൗഖ്യവും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മോക്ഷത്തെയും പ്രദാനം ചെയ്യുന്നു ഈ ദേവി. ലോകം അവളാൽ ശക്തി പ്രാപിക്കുന്നു. അവളില്ലെങ്കിൽ ഈ വിശ്വം ഇവനില്ലാത്തതാണ് കേട്ടോ. സംസാരവൃക്ഷത്തിന്റെ ബീജമാണ് ആ സനാതന രൂപിണി. അവൾ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്തുതിക്കുകയും പൂജിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നു. രാധികേശ്വരൻ അവൾക്ക് രത്നസിംഹാസനം നൽകി എന്ന് പറയണം. ഈ സമയത്ത് ശ്രീപത്മനാഭന്റെ നാഭീര താമരയിൽ നിന്ന് ചതുർമുഖനായ ബ്രഹ്മദേവൻ സാവിത്രിയോടുകൂടി ജനിച്ചു. ഒറ്റക്കല്ലാട്ടോ. കമണ്ഡലനും ധരനും ജ്ഞാനിയുമായ ബ്രഹ്മാവ് തന്റെ 4 മുഖങ്ങളെ കൊണ്ടും പരമാത്മാവിനെ സ്തുതിച്ചു. സുന്ദരിയായ സാവിത്രി ദേവി മനോഹരമായ പീഠത്തിൽ ഉപവിഷ്ടയായി തന്റെ സ്വാമിയോടുകൂടി ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നു. വീണ്ടും കൃഷ്ണൻ 2 രൂപമായി തീർന്നു. എന്തൊരാശ്ചര്യം നോക്കിക്കോ. വലതുഭാഗം ഗോപീനാഥനായി ഇടതുഭാഗം മഹേശ്വരനുമായി. ഓടി സൂര്യപ്രകാശത്തോടും ത്രിശൂലം ധരിച്ചും പുലിത്തോലുടയാടയാക്കിയും ദേഹമാകെ ഭസ്മം ധരിച്ചും തൃക്കൈയിൽ രത്നമാലയും വേണ്ടി ഏത് സമയത്തും പഞ്ചാക്ഷരി മന്ത്രം നമഃശിവായ 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 എന്ന് ജപിച്ചും കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മുന്നിലായി രത്നസിംഹാസനത്തിലിരുന്ന് കാലകാലനായ ഭഗവാനെ സ്തുതിച്ച് മൃത്യുഞ്ജയൻ എന്ന പേരിൽ ഖ്യാതി നേടുകയും ചെയ്തു. കണ്ടോ, അവര് പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മളെപ്പോലുള്ള വിഡ്ഢികളാണ് പറയുന്നത് മഹാദേവനെ സ്തുതിക്കുന്നത് എനിക്കിഷ്ടല്ല, ഞാൻ മഹാവിഷ്ണുവിന്റെ ആളാണ്, ഞാൻ മഹാദേവന്റെ ക്ഷേത്രങ്ങളിൽ പോകൂല, തൊഴൂല. അതുപോലെ ഇങ്ങോട്ടും പറയും ഞാൻ മഹാദേവന്റെ ഭക്തനാണ്, ഞാൻ മഹാവിഷ്ണുവിന്റെ പോലും ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ക്ഷേത്രങ്ങളിലൊന്നും പോകൂല എന്ന് പറയുന്ന വിഡ്ഢികളാണ് നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്ന വർഗം. അവര് പരസ്പരം ബഹുമാനിക്കുന്നവരാണ്. ആര്? മഹാദേവനും മഹാവിഷ്ണുവും എന്ന് മനസ്സിലാക്കുക. ബ്രഹ്മാവിന്റെ കാലത്തോളം ആ ഡിംഭം വെള്ളത്തിൽ കിടന്നു കേട്ടോ. ഇത്
ആ ദേവി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടില്ലേ ആ ഡിംഭം. സമയമായപ്പോൾ കോടി സൂര്യന് തുല്യമായ ശോഭയോട് കൂടിയ കൊല കുടിക്കാൻ കരയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടു. ആഹാ! അമ്മയും അച്ഛനും ഉപേക്ഷിച്ച ആ കുഞ്ഞ് ആ വെള്ളത്തിൽ നിരാധാരനായി കിടന്നു. ആ കുഞ്ഞാണ് വിരാട് പുരുഷനായ അണുവിലും പരമാണുവായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശക്തിയുടെ 16 ഒരംശമായ വിശ്വത്തിനെല്ലാം ആധാരഭൂതനായ പരംപുരുഷൻ. ആ ഭഗവാൻ മൂലപ്രകൃതിക്ക് കാരണഭൂതനുമാണ്. അവനിൽ ബ്രഹ്മാണ്ടം മുഴുവൻ ഒളിഞ്ഞു കിടന്നു. അതിൽ തന്നെ അനവധി വിഷ്ണു ശിവന്മാരുമുണ്ട്. ബ്രഹ്മാണ്ടത്തിന്റെ പുറത്താണ് വൈകുണ്ഠം സ്ഥിതി ചെയ്യുന്നത്. പുറത്ത് അതുപോലെ ഗോലോകവും കൃഷ്ണനെ പോലെ സത്യമാണ്. ഭഗവാൻ സത്യമാണോ എന്നാൽ ഗോലോകവും സത്യമാണോ എന്ന് മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ 7 ദ്വീപും 7 സമുദ്രവും ഉണ്ട്. 49 ഉപദ്വീപുകളും ഉണ്ട്. എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത വനങ്ങളും പർവ്വതങ്ങളും ഉണ്ട്. ഈ ഭൂമിയുടെ മീതെയായി 7 ലോകങ്ങളും ഉണ്ട്. അത് ബ്രഹ്മലോകം വരെ വ്യാപിച്ചു കിടക്കുകയാണ്. ധരയുടെ മുകളിൽ ഭൂർലോകം, ഭൂവർലോകം, സ്വർലോകം, ജനലോകം, തപോലോകം, സസ്യലോകം. അതിന് മീതെയാണ് തങ്ക നിറമുള്ള ബ്രഹ്മാണ്ടം എന്ന് മനസ്സിലാക്കുക. നാരദ, ഇത് മനസ്സിലാക്കുക. പ്രളയം വരുമ്പോൾ ഇതെല്ലാം നശിക്കും കേട്ടോ. ഇതൊന്നും നിത്യമല്ല. ബ്രഹ്മാണ്ടത്തിനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കൃഷ്ണന് പോലും പ്രയാസമാണ്. എന്നിട്ടല്ലേ സാധാരണക്കാരായ നമുക്ക്. പിന്നെ എങ്ങനെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. വിരാട് പുരുഷന്റെ രോമകൂപങ്ങൾ പോലെ അസംഖ്യമാണത്. ദേവന്മാർ 3 കോടിയോളം ഉണ്ട്. 30 മുക്കോടി ദേവന്മാരെന്ന് പറയുന്നില്ലേ. അഷ്ടദിക്പാലന്മാരും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അനവധി ഉണ്ട്. ഈ ഭൂമിയിൽ 4 വർണ്ണങ്ങളുണ്ട്. ആ വിരാട് പുരുഷൻ ആ അണ്ടത്തിൽ മേലോട്ട് നോക്കി കിടക്കുന്നു. ആ പൊന്നുണ്ണിയായിട്ട് ഒന്നും കാണുന്നില്ല. ആ ബാലൻ വിശപ്പ് സഹിക്കാതെ ഉറച്ച കരഞ്ഞു. അപ്പോൾ കൃഷ്ണനെ ധ്യാനിക്കുവാനുള്ള ജ്ഞാനം ഉണ്ടായി. അപ്രകാരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചുവെന്നോ, ആ ബ്രഹ്മജ്യോതിഷനെ കാണാനായി ശ്യാമള നിറവും മഞ്ഞപ്പട്ടും ധരിച്ച് ഒടക്കോലും കയ്യിലെടുത്ത് തന്റെ അച്ഛനായ ഈശ്വരനെ കണ്ടു. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ പരമ്പുമാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിശപ്പും ദാഹവും ഇല്ലാതെ ജ്ഞാനനിധിയായി പ്രളയം വരുന്നതുവരെ ബ്രഹ്മാണ്ടത്തിൽ വരദാതാവായി വസിച്ചാലും പുത്ര, ആധി, വ്യാധി, ജര, നര, ഭയം, കാമം തുടങ്ങിയ പീഡകളൊന്നും ഏൽക്കാതെ വാഴുക. സ്വയം പറഞ്ഞ പരമ്പുമാൻ ആ ബാലന്റെ ചെവിയിൽ 3 പ്രാവശ്യം വേദാംഗങ്ങളിലെ ഉത്തമ മന്ത്രമായ ഷഡക്ഷരം ഉപദേശിച്ചു. പിന്നീട് പരമ്പുമാൻ പറഞ്ഞു, ബ്രഹ്മപുത്ര, നിന്റെ ആഹാരത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഈ വിശ്വത്തിൽ വൈഷ്ണവന്മാർ നിവേദിക്കുന്ന വസ്തുവിൽ ഒരംശം വിഷ്ണുവിനാണെങ്കിൽ ബാക്കി 15 ഭാഗവും നിനക്കുള്ളതാണ് കേട്ടോ. ശ്രീകൃഷ്ണനായ എനിക്ക് നൽകുന്ന നൈവേദ്യങ്ങളൊക്കെയും ലക്ഷ്മീകാന്തനും വിരാട് പുരുഷനായ നിനക്കും ഭുജിക്കാനുള്ളതാണ്. ഇനി എന്താണ് വരം വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ബാലനായ വിരാട് പുമാൻ പറയുന്നു. വിരാട് പുമാൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നാളെ നോക്കാം. ഇന്നത്തെ ഭാഗം തമ്പുരാന്റെയും അതുപോലെ ആ മഹാദേവിയുടെയും തൃപ്പാദപത്മങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.